എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയില്ലേ? ഇനി നമുക്ക് കിടക്കാട്ടോ. ദേ 2 മുറിയാ ടീച്ചർ ബുക്ക് ചെയ്തേക്കണേ. ഇതൊന്ന്, പിന്നെ അപ്പുറത്തൊന്ന്. 2 മുറിയോ? ആ, നമ്മൾ 10 പേരില്ലേ, 5 പേര് ഇവിടെ കിടക്കട്ടെ, 5 പേര് അപ്പുറത്ത് കിടക്കാം. നീതു, നിത്യയും, കുണുക്കനും കുണുക്കിയും പുഷ്പാന്റിയും കൂടി ഇവിടെ കിടന്നോട്ടോ. ഞാനും ടീയയും പിങ്കിയും കാത്തും ചൊക്കിയും അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കാം. ഒരു മുറിയിൽ 5 പേരോ? അത് ടീയ, നമ്മൾ ടൂർ വന്നേക്കണില്ലേ? ടീച്ചർ എന്തൊക്കെയായി പറയുന്നേ? എന്റെ വീട്ടിലെ സെർവന്റിന്റെ മക്കളെ കൂടി ഞാൻ റൂം ഷെയർ ചെയ്യാനോ? അതും ഒരു മുറിയിൽ 5 പേര്? പറ്റില്ല, എനിക്കതൊന്നും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഇത് വീടല്ലല്ലോ മോളെ, ടൂറല്ലേ. ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ വേലക്കാരെ അങ്ങനെ ഒന്നുമില്ല. എല്ലാ സ്റ്റുഡൻസിനും ഒരേപോലെ എനിക്ക് കാണാൻ പറ്റൂ. പിന്നെ ടീയ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഈ 2 നാശങ്ങളെ കൂടി കിടക്കാൻ പറ്റില്ല പറ്റില്ല പറ്റില്ല. നോക്ക് ടീയ, ടീയനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യരുതെന്ന്. നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപോലെയാ. പിന്നെ ഇത് വീടൊന്നും അല്ല, ടൂർ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നത്. എന്തായാലും 5 പേർക്ക് ഇവിടെ കിടക്കാം, 5 പേർക്ക് അപ്പുറത്ത് കിടക്കാം. പറ്റില്ല, കാശില്ലെങ്കിൽ ടീച്ചർ അത് പറഞ്ഞാൽ മതി. എന്റെ മമ്മി എത്ര രൂപ വേണമെങ്കിലും ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് തരും. ഞാൻ എന്റെ മമ്മീനെ വിളിക്കട്ടെ. ഓ, ഈ കുട്ടീനെ കൊണ്ടുവന്നത് അബദ്ധമായി. ആ മമ്മി. ഓ, ടൂർ പോയ വിശേഷമൊക്കെ പിന്നെ പറയാ എന്റെ മമ്മി. ഞാനിപ്പോ വിളിച്ചതൊരു അത്യാവശ്യ കാര്യം പറയാനാ. ഇവര് 2 പൊട്ട റൂമാ ബുക്ക് ചെയ്തിരിക്കുന്നേ. അതും പോട്ടെ, ഒരു റൂമിൽ 5 പേര് കിടക്കണോന്നാ പറയണേ. ഞാൻ കാത്തൂന്റെ ചൊക്കിയുടെയും കൂടെ കിടക്കണോന്ന്. എനിക്ക് കുഴപ്പമില്ല മമ്മി, ഞാനും പിങ്കിയും കൂടി വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് റൂമിൽ കിടന്നോളാം. പക്ഷെ ടീച്ചർ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആ ശരി, കൊടുക്കാം മമ്മി. ഹലോ മാഡം. മാഡം, ഇത് ദൂരെയുള്ള സ്ഥലമല്ലേ? ഈ 2 കുട്ടികളെ തനിച്ചൊരു റൂമിൽ കിടത്തിയ എനിക്ക് പേടിയാണ് മാഡം. ഞാനല്ലേ ഇവരെ ടൂർ കൊണ്ടുവന്നത്. എന്ത് സേഫ്റ്റിയാണുള്ളത്? അതെ മാഡം, അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. എന്നാലും ഓക്കെ, മാഡത്തിന് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇവർക്ക് 2 പേർക്കും ഞാൻ സെപ്പറേറ്റ് റൂം കൊടുത്തോളാം. ശരി ടീയ, ഞാൻ റിസപ്ഷനിൽ പോയി പറയാം. ടീയും പിങ്കി ഒറ്റയ്ക്ക് കിടന്നു ഒരു റൂമില്. പിന്നെ ടീയക്കുട്ടിയുടെ അമ്മയാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തേക്കുന്നത്, അറിയാലോ. ഞങ്ങൾ കാരണമാണോ ആന്റി ഈ പ്രശ്നങ്ങളൊക്കെ? നിങ്ങൾ കാരണമൊന്നും അല്ല, നിങ്ങൾ വിഷമിക്കാതിരി. ഇതാണ് പുതിയതായിട്ട് ബുക്ക് ചെയ്ത റൂം. നിങ്ങൾ 2 ഇവിടെ കിടന്നോളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടിയുടെ അമ്മ ഫോൺ ചെയ്തതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. ഞാൻ ഉത്തരവാദിത്തം ഏൽക്കില്ല കേട്ടോ. രാത്രി വല്ല പേടിക്കുകയോ കരയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ നിൽക്കണ്ട. അയ്യോ ടീച്ചർ, ഞങ്ങൾ 2 മാത്രം ഇവിടെ കിടക്കണോ? പിന്നെ വേറെ ആരാ വേണ്ടത്? കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പുതിയ റൂം എടുപ്പിച്ചത്? അതും ഓക്കെ, മാളു ടീച്ചറിന് വേണമെങ്കിൽ ഇവിടെ കിടക്കാമല്ലോ. പുഷ്പാന്റിയൊക്കെ കുണുക്കിയുടെ ഒപ്പം കിടക്കട്ടെ. ആ കാത്തും ചൊക്കിയും അവരൊറ്റക്ക് കിടന്നോളൂന്നേ. നടക്കില്ല മക്കളെ, നിങ്ങളുടെ മനസ്സിരിപ്പ് കൊള്ളാം. ആ കുട്ടികളെ എന്നെ വിശ്വസിച്ച് ടൂർ വന്നതാ. ഞാൻ അവരെ കൂടി മാത്രമേ കിടക്കൂ. നിങ്ങൾക്കല്ലേ ബുദ്ധിമുട്ട്? നിങ്ങൾ 2 ഒറ്റക്ക് കിടന്നാൽ മതി. അയ്യോ ടീച്ചറെ. നീ എന്തിനാടി പിങ്കി പേടിക്കുന്നേ? ഞാനിവിടെ ഉണ്ടല്ലോ. എൻ്റെ മമ്മ വീഡിയോ കോൾ ചെയ്യും. ഒന്നും പേടിക്കാനില്ല. നമുക്കിവിടെ കിടക്കാം. നോക്ക്, അവരേലും അടിപൊളി റൂമാണിത്. AC ഒക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് നമുക്കിവിടെ കിടക്കാം. അവർ 5 പേര് കൂടി തിങ്ങി നെരുങ്ങി അവിടെ കിടക്കട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. എൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ എത്ര വർഷങ്ങളായി ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നു. എനിക്കതിന് പേടിയൊന്നുമില്ല. വീട്ടിൽ സൗകര്യമില്ലാത്ത പാവങ്ങളാ ഒരു മുറിയിൽ 3-4 പേര് കിടക്കുന്നേ. നിനക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. എന്നാ വാ, നമുക്ക് കിടക്കാം. അതെ, അവർ 2 പേരെ മറ്റേ റൂമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ വൈകി, ഇനി നമുക്ക് കിടക്കാം. ഒരു കാര്യം ചെയ്, അവരില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോ റൂമിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാകും. കാത്തും ചൊക്കി എന്റെ കൂടെ വാ, നമുക്ക് അപ്പുറത്ത് കിടക്കാം. പുഷ്പാന്റി വരെ കൂടി കിടന്നോ? ശരി ശരി, അത് മതി. എന്നാ നിങ്ങൾ അപ്പുറത്തെ റൂമിലേക്ക് പോയിക്കോ. ടീച്ചറെ, എന്താ കാത്തു പറ്റിയേ? ടീച്ചറിന് ഞങ്ങളെ കൂടി കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയൊന്നും പറയല്ലേ കാത്തു. ആ കുട്ടികൾക്ക് അത്രേ ബോധമുള്ളൂ എന്ന് നിങ്ങൾ കരുതിയാൽ മതി. നിങ്ങൾ 2 പേരും എന്റെ കൂടെ വാ. ഞങ്ങളുടെ റൂമിൽ 3 പേരേ ഉള്ളൂ. നീതോ നിത്യം ആരെങ്കിലും വരുന്നുണ്ടോ കൂടെ? വേണ്ട ടീച്ചറെ, ഞങ്ങൾ ഒരുമിച്ച് കിടന്നോളാം. എങ്കിൽ ആയിക്കോട്ടെ, പുഷ്പാന്റി നിങ്ങളെ കൂടി കിടക്കും. എന്നാ സമയം കളയേണ്ട മക്കളെ, നിങ്ങൾ 4 പേരും കൂടി ഈ ബെഡിലോട്ട് കിടന്നു. ഞാൻ ആ സൈഡിലെ ദീവാങ്കോട്ടുണ്ടല്ലോ, അങ്ങോട്ട് കിടന്നോളാം. ആന്റിക്ക് വയ്യ. ഓക്കെ ആന്റി. എന്നാ എല്ലാരും വാ, നമുക്കും കിടക്കാം. ഓ, അഹങ്കാരികളുടെ നാശങ്ങളൊക്കെ പോയി. ഇനി നമുക്ക് കിടക്കാം. ആ കാത്തും ചൊക്കി പാവം അല്ലേ ഇത് മോളെ? അതെ ചേച്ചി, അവരെന്തൊക്കെയാ പറയുന്നേ? പാവങ്ങളല്ലേ, അവരെ കൂടി കിടക്കാൻ കുറച്ചിലാണ് പോലും. അവർ മനുഷ്യരല്ലേ. ഈ തീയക്കുട്ടിയൊക്കെ എന്ത് സാധന. എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോടി. അവളുടെ അമ്മയുടെ കയ്യിൽ കാശുള്ളതിന്റെ അഹങ്കാര. സെപ്പറേറ്റ് മുറി എടുത്തിരിക്കുന്നത്. ഇവർക്ക് പേടിയില്ല. ഈ 2 പേര് മാത്രമായിട്ട് എങ്ങനെ അവിടെ കിടക്കും? ഇവിടെ ഈ പുഷ്പാന്റി കിടക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയില്ലാതെ. അതിനെടി പറയണ അഹങ്കാരം. മാളു ടീച്ചറിന്റെ ഒപ്പം കാത്തും ചൊക്കിയും കിടന്നത് നന്നായി. അത് തന്നെ എനിക്ക് ഓർക്കുമ്പോ ദേഷ്യം കയറുക. നേരം വെളുക്കട്ടടി കുണിക്ക് ഉറപ്പായിട്ടും കൊടുക്കാം. ഇപ്പോഴോ? ഈ പാതിരാത്രിയോ? അതെന്ത് പണിയാ? അത് നല്ല ഐഡിയ. നമ്മൾ ടൂർ വന്നപ്പോ ഒരു വെള്ള ടർക്കികൾ കൊണ്ടുവന്നിട്ടില്ലേ? അതിട്ട് അവൾമാരുടെ മുറി പോയി അങ്ങ് പേടിപ്പിക്കണം.
അതിനവർ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഡോർ ലോക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. പേടിത്തൂറുകൾ ഡോർ ചാരിയിട്ടായിരിക്കും കിടക്കുന്നത്. ഇടയ്ക്ക് ടീച്ചറിനെ വന്ന് നോക്കാലോ. ശരിയാ, കുണിക്കാണെങ്കിൽ നല്ലോണം പ്രേതം അവരെ പേടിപ്പിച്ചോളൂ. കുണിക്കിന് ഒറ്റക്ക് വിടണ്ടടി. എന്നാൽ ഞാനും കൂടി പ്രേതോക്കാം. കുണുക്കനും നീതു ചേച്ചിയും ഇവിടെ ആന്റി എങ്ങാനും എണീറ്റ് വരുമോ എന്നുള്ളത് നോക്കിയാൽ മതി. അത് ഞങ്ങൾ ഏറ്റു. നിങ്ങൾ രണ്ടും ആ വെള്ളം ഇറക്കിയിട്ട് പുതച്ചിട്ട് വാ. ഓക്കെ. രണ്ടും കൂടി സുഖിച്ച് കിടക്കോ എ സിയില്. കുണിക്ക് പണി കൊടുക്കണ്ടേ? എന്നാ വെള്ളട്ടിറക്കി എടുക്കട്ടെ? അറിയാലോ, പേടിച്ച് ഇവര് കരയുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി ഓടിക്കൊള്ളണം. അല്ലെങ്കിലേ ടീച്ചർ എങ്ങാനും വന്ന് നോക്കിയപ്പോ നമ്മളാണെന്ന് പറഞ്ഞാൽ നമുക്കിട്ടും കിട്ടും. പുഷ്പാന്റെ എങ്ങാനും എണീറ്റ് നോക്കിയാൽ നിത്യ ചേച്ചി ഓടി ഇവിടെ വന്ന് പറയും. അപ്പോഴാണെങ്കിൽ നമുക്ക് ഓടണം കേട്ടോ. ഇന്നാ ഈ ടർക്കി മോത്തിട്ട് മോടിക്കോ. ഓ, ഈ പിങ്കി എന്തായി കിടന്ന് മോളുന്നേ? ഓ, ഈ തീയക്കുട്ടി എന്താ കിടന്ന് കൂർക്കം വലിക്കുവാണോ? എന്തൊരൊച്ചയായത്? എങ്ങോട്ട് നോക്കാൻ? നിനക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. നീ കുറെ നേരമല്ലേ കിടന്ന് മോളുന്നേ. നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ എന്നെ വിളിച്ചേന്ന് പറ. ഞാനല്ലല്ലോ വിളിച്ചേ. അയ്യോ അയ്യോ, ആരാ നിങ്ങള്? അയ്യോ അമ്മ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇതാരാ? ഇങ്ങോട്ട് മാറ്റിയേക്കോട്ടെ. ഇവരാരാ? ഞങ്ങൾ ഏസിപ്രേതാടി. ഏസിപ്രേതം. ഏസിപ്രേതോ? അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഈ മുറിയിലല്ലേ ഏറ്റവും നല്ല എ സി ഉള്ളത്. ഏറ്റവും കാശ് കൂടിയ മുറി ഇതല്ലേ? ഞങ്ങളുടെ മുറിയായിരുന്നു ഇത്. നീ എന്തിനാടി ഇത് ബുക്ക് ചെയ്തേ? കുട്ടി, എനിക്ക് പേടിയാവുന്നു. നമുക്ക് ടീച്ചറിനെ വിളിക്കാം. അയ്യോ, ഇത് ഇങ്ങോട്ട് നീങ്ങി വരുവാണല്ലോ. അതെ നാശ. ഇതിനെ ഓടിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? എനിക്ക് പേടിയാവുന്നു. എന്താ അത്? എന്താ കുട്ടികൾ ഒച്ചെടുക്കുന്നേ? അയ്യോ, എന്തൊരു ബഹള പിള്ളേരെ ഇത്. അപ്പുറത്തെ റൂം വരെ കേൾക്കാലോ. നിങ്ങൾ എന്തിനാ ഒച്ചെടുത്തേ? പ്രേതോ? അതെന്താ? ഏസിപ്രേതം. 2 ഏസിപ്രേതം വന്നു. ഏസിപ്രേതോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ടീച്ചറെ, ഈ മുറിയിലെ പ്രേതമുണ്ട്. ഞങ്ങൾ ഉറങ്ങിയപ്പോ ഞങ്ങളെ വന്ന് വിളിച്ചു. ഇത് അവരുടെ മുറിയാണ്. ഈ എ സി അവർക്ക് വേണോന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, എ സി കിടക്കണോന്ന് പറഞ്ഞ് ഈ കുട്ടികൾക്ക് വട്ട എന്നാ തോന്നുന്നേ. ഇവിടെ ഒരു പ്രേതവും മണ്ണാങ്കട്ടയില്ല. നിങ്ങൾക്ക് എന്താ? പ്ലീസ് ടീച്ചറെ, ഈ മുറിന്ന് പോകല്ലേ ടീച്ചറെ. പ്ലീസ് ഞങ്ങളെ കൂട്ടി കിടക്ക് ടീച്ചറെ. നിങ്ങളല്ലേ പറഞ്ഞത് 2 പേർക്ക് ഒറ്റക്ക് കിടക്കണമെന്ന്? ഞാൻ കാത്തൂന്റെ ചൊക്കിയുടെയും കൂടി അപ്പുറത്തെ മുറിയിലെ കിടക്കണം. എനിക്ക് അവരെ തനിച്ചാക്കാൻ പറ്റില്ല. ടീച്ചറെ പ്ലീസ്, ആ പ്രേതം വന്ന് ഞങ്ങളെ കൊല്ലും. ഓക്കെ, 2ന്റെ മുഖം കണ്ട് അറിയാം നല്ല പേടിച്ചിരിക്കുവാണെന്ന്. ഒരു കാര്യം ചെയ്, നിങ്ങൾ രണ്ടും വന്ന് ഞങ്ങളെ കൂടി കിടക്ക്. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഞാൻ വരാം ടീച്ചറെ, ഞാൻ വരാം. പേടിപ്പെങ്കി കാത്തൂന്റെ ചൊക്കിയുടെയും കൂടെ കിടക്കാൻ നീ പോകുവാണോ? നിന്റെ കൂടെ നിന്റെ വാക്ക് കേട്ട് വന്നിട്ട് ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് കൊല്ലാതെ എന്നെ കിട്ടിയത്. എന്റെ പൊന്നെ, ഞാൻ പോകുക ടീച്ചറിന്റെ ഒപ്പം. നീ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നോ? വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വാ. ടീച്ചറെ, കാത്തു ചൊക്കിയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഇവിടെ കിടന്നോ. ഞാൻ വരാം ടീച്ചറെ. പ്രേതത്തിനേലും ഭേദം കാത്തും ചൊക്കിയാ. അങ്ങനെ വഴിക്കുവാ. എന്റെ തീയക്കുട്ടി, ദൈവം തന്ന ശിക്ഷയാ നിനക്കിത്.